ഹലോ. ഇല്ല ഇലക്ഷൻ അല്ലേ, അതൊക്കെ അതിൻ്റെ ബൈക്ക് നടന്നോളും. ഞാൻ വിളിക്കാം, എനിക്ക് കുറച്ച് വീടുകളും കൂടി കവർ ചെയ്യാണ്ട്. അല്ല ഇന്നത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് പരിങ്ങൽ തന്നെയാണ്. പക്ഷെ ഒരു 30 വോട്ട് നമുക്ക് മറിച്ചാൻ പറ്റില്ലേ? നമ്മൾ കഴിച്ചല്ലോ 30 വോട്ടോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കഴിഞ്ഞ തവണത്തെ മാതിരി ഈ വോട്ട് മറിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആൾക്കാരെ കണ്ടെത്തിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കനത്തിൽ കൊടുക്കുക. അതിന് പറ്റുന്ന ആരെങ്കിലും ഒന്ന് കണ്ടെത്തും നിങ്ങൾ? ആയിക്കോട്ടെ, അതിന് പറ്റിയ ആൾക്കാർ ഞാൻ ഒന്ന് തപ്പട്ടെ. പിന്നെ നായികാക്ക മറ്റോലെ ചെറിയൊരു പിണക്കത്തിലാണ്. ഇപ്പൊ പോയി കണ്ടാലേ മൂപ്പരതിൽ 24 വോട്ടുണ്ട്, ഞമ്മക്കട് കിട്ടും. എന്നാ പിന്നെ വൈകണ്ട, മൂപ്പര് പള്ളിക്ക് ഇറങ്ങണ സമയമായിക്കണം. നേരെ പോയി കാണാം. വരി. മൈനാജി, അസ്സലാമു അലൈക്കും. ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നാണ്. നിങ്ങളിപ്പോ കാണാൻ വരുമല്ലോ. അതല്ല, വോട്ടൊക്കെ ചോദിച്ചു പോയതല്ല, പിന്നെ ഇപ്പൊ എന്തിനാ പ്രത്യേകിച്ച്? അത് നിങ്ങളീ കുടുംബത്തിന്റെ വോട്ട് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വന്നാണ് ഞങ്ങള്. അതിന് ഞാൻ നിങ്ങളെ പാർട്ടിന്റെ ആളല്ലല്ലോ, ഞാൻ വേറൊരു പാർട്ടിന്റെ പ്രവർത്തകനല്ലേ. ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാ? ഞാൻ മറ്റേ കാര്യം മൂപ്പരോടൊന്ന് പറഞ്ഞോളാം. ഇങ്ങനെ പറയില്ല, കാര്യമായൊരു സംഖ്യ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക. നിങ്ങൾ ആ 24 വോട്ട് എനിക്ക് വോട്ട് ചെയ്യണീന് പൈസ നിങ്ങളും തന്നെ വിലക്ക് വാങ്ങാൻ വന്നതാ? ഞാനേ സംഗതി പാർട്ടിനോട് കുറച്ച് അന്വേഷിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വോട്ട് ഇപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യാൻ ആശങ്ക ഉണ്ടായിരുന്നു. കായ്ക്ക് വോട്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വോട്ടും പെരിയുടെ വോട്ടും ചെയ്യില്ലാന്നല്ല, എനിക്കറിയില്ല ഒരു വോട്ടും ഞങ്ങൾക്ക് ജയിപ്പിക്കൂല. നിങ്ങൾ എന്നെ വിലക്ക് വാങ്ങാൻ വന്നതാ? പോയി അവിടുന്ന്. ഞാനിത് ഒരു വോട്ടും നിങ്ങൾക്ക് ജയിച്ചില്ല. പോകാൻ നല്ലത് പോയി.